പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ഫുട്ബോൾ ആരാധകരുടെ എല്ലാം കാത്തിരിപ്പിന് അവസാനമായി വേൾഡ് കപ്പ് ആരംഭിക്കുകയാണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു വേൾഡ് കപ്പ് മലയാളം കമന്ററിയിൽ കാണാൻ സാധിക്കുമെന്നുള്ളത്. സി കേരളം ചാനലിലൂടെ മത്സരങ്ങളെല്ലാം ലൈവായിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിലെ മലയാളം കമന്ററി എല്ലാം അല്പം മോശം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ആരാധകർക്കെല്ലാം സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്തവണ കമന്ററി പറയുക ഷൈജു ദാമോദരൻ, ജോ പോൾ അഞ്ചേരി, IM വിജയൻ, NP പ്രദീപ്, ഷിയാസ് മുഹമ്മദ് എന്നിവരായിരിക്കും. മലയാളികളെല്ലാം കാത്തിരിക്കുന്നത് ഷൈജു ദാമോദറിൻ്റെ ആ ഒരു കമന്ററിക്ക് വേണ്ടി തന്നെയാണ്. വേൾഡ് കപ്പിൽ കമന്ററി പറയാനുണ്ടാകുമെന്ന് ഷൈജു ദാമോദരൻ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നാളെ വേൾഡ് കപ്പിലെ ഉദ്ഘാടന മത്സരം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. ഫുട്ബോൾ ആരാധകരെല്ലാം വേൾഡ് കപ്പിന് വേണ്ടി വലിയൊരു ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. അടുത്തൊരു വാർത്ത, വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള പോർച്ചുഗലിൻ്റെ രണ്ടാമത്തെ സൗഹൃദ മത്സരം ഇന്ന് നടന്നിരുന്നു. നൈജീരിയക്കെതിരെയുള്ള മത്സരത്തിൽ 2-1 എന്ന സ്കോറിൽ പോർച്ചുഗൽ വിജയിക്കുകയും മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടി പെഡ്രോ നെറ്റോയും അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ കോൺസെസോയുമാണ് ഗോളുകൾ നേടിയത്. മത്സരത്തിന്റെ 23-ാം മിനിറ്റിലാണ് പെഡ്രോ നെറ്റോയുടെ ഗോളിലൂടെ പോർച്ചുഗൽ ലീഡെടുക്കുന്നത്. അതിന് മറുപടിയായി മത്സരത്തിന് 37-ാം മിനിറ്റിൽ അക്കോർ ആഡംസിലൂടെ നൈജീരിയ തിരിച്ചു വരികയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ 65-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിൻവലിച്ചുകൊണ്ട് ഗോൺകാലോ റാമസ് കളത്തിലിറങ്ങി. മത്സരത്തിന്റെ 75-ാം മിനിറ്റിൽ ഫ്രാൻസിസ്കോ കോൺസെസാവോ നേടിയ ഒരു ഗോള് തീർത്തും മികച്ചൊരു ഗോള് തന്നെയാണ്. നായകനായ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മത്സരത്തിൽ 2-3 സുവർണ അവസരങ്ങൾ ലഭിച്ചെങ്കിലും അത് ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം മികച്ച ഫോമിൽ തന്നെ കളിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വേൾഡ് കപ്പിലെ പോർച്ചുഗലിന്റെ ആദ്യ മത്സരം വരുന്നത് ജൂൺ 17-ന് DR കോങ്കോക്കെതിരെയാണ്. ഇത്തവണ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പോർച്ചുഗലിന് ശക്തമായ സ്ക്വാഡ് തന്നെയുണ്ട്. ഫുട്ബോൾ ആരാധകരെല്ലാം കാത്തിരിക്കുന്ന വേൾഡ് കപ്പ് ആരംഭിക്കാനായിട്ട് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.